ഇറാനെ മാത്രം ലക്ഷ്യമിട്ടതല്ല, സ്വതന്ത്ര രാജ്യങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണിത്. അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ ടെഹ്റാന്റെ രൂക്ഷമായ വിമർശനം. ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ വാഷിംഗ്ടണിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇവിടെ ടെഹ്റാൻ രംഗത്തെത്തുകയാണ്. അമേരിക്കയുടെ നടപടി ഇറാനെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്നും ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങളുടെയും പരമാധികാരത്തിനും സ്വതന്ത്ര തീരുമാനമെടുക്കുവാനുള്ള അവകാശത്തിനും ഭീഷണിയാണിതെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖേലി ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധ നയമാകട്ടെ ഒരു രാജ്യത്തിനെതിരെയുള്ള സാധാരണ സാമ്പത്തിക സമ്മർദ്ദമായി മാത്രം കണക്കാക്കാനാകില്ല എന്നും മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഇടപെടാനുള്ള ശ്രമമാണിതെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായി എന്തൊക്കെ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള രാജ്യങ്ങൾ വ്യാപാര ബന്ധം പുലർത്തണം, ബാങ്കുകൾ എങ്ങനെ ഇടപാടുകൾ നടത്തണം, സ്ഥാപനങ്ങളും വിമാനത്താവളങ്ങളും ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതുവരെ അമേരിക്ക അവിടെ നിർണ്ണയിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ് ഇവിടെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര ബന്ധത്തിൽ അപകടകരമായ മാതൃക സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രാജ്യങ്ങൾക്ക് ക്രമേണ സ്വന്തം സാമ്പത്തിക നയങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളിലുമുള്ള നിയന്ത്രണം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും ഇറാൻ ആശങ്ക പ്രകടിപ്പിച്ചു. അമേരിക്കൻ ഉപരോധങ്ങളെ തുടർന്നാൽ അത് ഒരു കോളനിവൽക്കരണത്തിന്റെ പുതിയ രൂപങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിന് വഴിയൊരുക്കുമെന്നും ഇസ്മയിൽ ബഖേലിയ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശക്തമായ രാജ്യങ്ങൾ സാമ്പത്തിക ഉപരോധങ്ങളെയും വ്യാപാര നയതന്ത്രങ്ങളെയും എല്ലാം തന്നെ ആയുധമാക്കി മറ്റു രാജ്യങ്ങളുടെ നയങ്ങൾ നിയന്ത്രിക്കുന്ന സാഹചര്യം അംഗീകരിക്കാനാകില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെതിരായ നടപടികളുടെ പ്രത്യാഘാതം ടെഹ്റാനിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് ഇറാന്റെ പ്രധാന വാദം. ഇറാനുമായി വ്യാപാര ബന്ധം അല്ലെങ്കിൽ വ്യാപാര സാമ്പത്തിക ബന്ധമുള്ള മറ്റു രാജ്യങ്ങളും അമേരിക്കൻ സമ്മർദ്ദത്തിന്റെയും നയതന്ത്രങ്ങളുടെയും വിലയിലേക്ക് വരുമെന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇറാൻ അമേരിക്ക പോര് വീണ്ടും ഉപരോധങ്ങളുടെ തലത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ടെഹ്റാൻ ഉയർത്തുന്ന ചോദ്യം മറ്റൊന്നാണ്. അമേരിക്കയുടെ ഉപരോധം ഇറാനെതിരായ സാമ്പത്തിക യുദ്ധം മാത്രമാണോ അതോ ലോകരാജ്യങ്ങളുടെ സ്വതന്ത്ര തീരുമാനങ്ങളിലേക്കുള്ള പുതിയ ഇടപെടലിന്റെ തുടക്കമാണോ എന്നതാണ്. ഒരു രാജ്യം മറ്റൊരു സ്വതന്ത്ര രാജ്യത്തിലെ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന ദ്വിതീയ ഉപരോധങ്ങൾക്ക് അന്താരാഷ്ട്ര നിയമങ്ങളിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത്തരം നടപടി UN ചാർട്ടിന്റെ 2-ാം അനുച്ഛേദത്തിലെ 1-ാം ഖണ്ഡികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ലംഘനമാണ് എന്നതാണ് പറയുന്നത്. സാമ്പത്തിക ഉപരോധം അന്താരാഷ്ട്ര കുറ്റകൃത്യവും തെറ്റായ നടപടിയുമാണ്. നാവിക ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ മറ്റു ഉപരോധം ഏർപ്പെടുത്തുന്നത് മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള അല്ലെങ്കിൽ അവർക്ക് നേരുള്ള ഭീഷണി ഉയർത്തുന്നതിന് സമാനമാണ് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.